ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ രാവിലെ ചായക്ക് ഇലയപ്പരത്തി ആട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്ന ഇവിടെ പലതരം പലഹാരങ്ങളുണ്ട്, ഇലയപ്പരത്തി അതുപോലെ ഓട്ടട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പലഹാരങ്ങളുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് ഇലയപ്പരത്തി ഉണ്ടാക്കുന്നത്. അത് ചൂടുവെള്ളത്തിലാട്ടോ കുഴയ്ക്കുക. അത് ഞാൻ വെള്ളം കുറച്ച് ചൂടാക്കാൻ വെച്ചത്. വെള്ളം ചൂടാകുന്ന സമയത്ത് ഞാൻ കറിക്കുള്ളത് അരിയാട്ടോ. ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, ഉള്ളിക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഉള്ളിയും തക്കാളിയും കൂടി ഉള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ വേഗം ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെക്കുക കറിക്ക് വേണ്ടിയിട്ട്. വെള്ളം നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. ചൂടായത് ഞാൻ അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കറി നമുക്ക് അടുപ്പത്ത് വെച്ചതിൻ്റെ ശേഷം നമുക്ക് മാവ് കുഴയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് ഞാൻ ഉള്ളിക്കറി പെട്ടെന്ന് ഉണ്ടാക്കണം, ഇന്ന് കുറച്ച് നേരം വൈകി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുകയാണ്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ 2-3 വെളുത്തുള്ളി, ഇഞ്ചി ഇവിടെ ഇല്ല, അതുകൊണ്ട് ഇഞ്ചി ഇട്ടില്ല. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി മാത്രം ചതച്ചിട്ട് അതിൽ ഈ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് തക്കാളിയും ഉള്ളിയും കൂടെ ഇടും. ഇത് നല്ലപോലെ ഒന്ന് വാട്ടി കൊടുത്ത ശേഷം ഉപ്പ് ഇട്ട് കുറച്ച് വാട്ടി കൊടുത്ത ശേഷം ഒന്ന് മിക്സായി വരുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം കുറച്ച് സമയം അടച്ച് വെച്ച് വേവിക്കും. അപ്പം ഈ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ അടച്ച് വെച്ച് വേവിക്കുക, സിമ്മാക്കി വെച്ചിട്ട്. അപ്പോൾ തന്നെ ഒന്ന് കുഴഞ്ഞ് വരും, ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് കുഴഞ്ഞ് വരും, തക്കാളി അതുപോലെ കുഴഞ്ഞ് വരും. ആ സമയത്ത് നമ്മൾ പൊടികളൊക്കെ ചേർക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്നത് ആ സമയത്താണ്. അപ്പോൾ നമ്മളിതൊന്ന് മിക്സ് ആക്കിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്ക് മാവ് കുഴയ്ക്കാം. മാവ് കുഴയ്ക്കുമ്പോൾ അതിൽ തേങ്ങയും ഉപ്പും ഇടണം കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി, വീഡിയോ ഓൺ ചെയ്യാൻ വിട്ടുപോയി, അതുകൊണ്ട് ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ കുറച്ച് തേങ്ങയും ഉപ്പും ചേർക്കണം. ഞാൻ ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത്, അതിൽ തേങ്ങയും ഉപ്പും ചേർത്ത് നല്ലപോലെ കുഴച്ച് കൊടുക്കുക. ഈ കുഴയ്ക്കുന്നത് നമ്മൾ ചപ്പാത്തിൻ്റെ പരുവത്തിലല്ല, കുറച്ചും കൂടെ ഒരു നനവ് ഉണ്ടാവണം. ചപ്പാത്തിനേക്കാളും കുറച്ചുകൂടി നനവുള്ള പോലെയാണ് നമ്മൾ കുഴച്ചെടുക്കുക. നല്ലതുപോലെ കുഴച്ചെടുക്കുക. ഏകദേശം ഈ ഒരു പരുവത്തിൽ അപ്പോൾ നല്ല സോഫ്റ്റ്, ഈ ചൂടുവെള്ളം ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ അങ്ങനെ കുഴച്ചിട്ട് മാറ്റി. എന്നിട്ട് നമ്മുടെ ഉള്ളിക്കറി നോക്കണം. ഇടയ്ക്ക് നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഉള്ളിക്കറി നോക്കണം. അപ്പോൾ ഉള്ളിക്കറി ഉള്ളിയൊക്കെ ഒന്ന് വെന്ത്, തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് ആണ് വേവിക്കുന്നത് കേട്ടോ. ഞാൻ നേരത്തെ തിളപ്പിച്ച് വെച്ച് വെള്ളമാണ്, ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളമായാലും കുഴപ്പമില്ല, ഞാനിപ്പോൾ അവിടെ ചൂടുവെള്ളം ഉള്ളതുകൊണ്ട് അത് ഒഴിച്ചു കൊടുക്കണമെന്ന് മാത്രം. നല്ലപോലെ മിക്സ് ആക്കിയിട്ട് അത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് അടച്ച് വയ്ക്കുമ്പോൾ തന്നെ 10 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. നമ്മുടെ കറി ഇത്ര തന്നെ ഉള്ളൂ. നല്ല രസമാണ് ഈ ഇലയപ്പരത്തിക്ക്. ഈ കറി രസമാണ്. എനിക്ക് പിന്നെ ചില കടികളിൽ നമ്മളിങ്ങനെ നല്ലപോലെ റോസ്റ്റ് ആയിട്ടുള്ള കറി ഇഷ്ടമാണ്. ചില കടികളിൽ നമുക്ക് ഇത് കുറച്ച് ഇങ്ങനെ ഒരു ഗ്രേവി ടൈപ്പ് കറിയാണ് ഇഷ്ടം കേട്ടോ. ഇലയപ്പരത്തിയിലൊക്കെ ഇതുപോലുള്ള ഗ്രേവി ടൈപ്പ് കറിയൊക്കെ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കുന്നത്. ചില കറികളിൽ ഞാൻ വെള്ളം ഒഴിക്കില്ല, കാരണം ചില കടിക്ക് നമുക്കിങ്ങനെ റോസ്റ്റ് പരുവത്തിലാണ് ഇഷ്ടം. ഇതിൽ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇലയപ്പരത്തേക്ക് അങ്ങനെ ഇഷ്ടം, അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കുന്നത്. നമുക്ക് നമ്മുടെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പാത്രം അടുപ്പത്തേക്ക്. എന്നിട്ട് നമ്മളുടെ വാഴയില ഉണ്ടല്ലോ, വാഴൻ്റെ ഇല നല്ല കഴുകിയൊരു പീസ് എടുത്ത് നല്ല കഴുകിയിട്ട് അതിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കുക. ഓയിലാണെങ്കിൽ ശരി, വെളിച്ചെണ്ണയാണെങ്കിൽ ശരി, നമുക്ക് പുരട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കുറച്ച് മാവെടുത്ത് ചെറിയൊരു ബോളാക്കിയ ശേഷം ഒന്ന് ബോളിൻ്റെ പരുവത്തിൽ നിന്ന് ഉരുട്ടി കൊടുത്ത ശേഷം നമ്മൾ ഈ ഇലയിൽ വെച്ചിട്ട് ഇങ്ങനെ കൈ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ പരത്തി കൊടുക്കുക. നല്ലപോലെ പ്രസ് ചെയ്ത് നമുക്ക് ഏകദേശം അത്യാവശ്യം കുറച്ച് തിക്നെസ് കുറയ്ക്കുന്നത് പോലെ കുറച്ച് നല്ല നൈസിൽ പരത്തി കൊടുക്കുന്നവരുണ്ട് കേട്ടോ. നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കുറച്ച് നൈസിൽ അങ്ങോട്ട് പരത്തി കൊടുക്കുക. എന്നിട്ട് അതിന് മേലെ ഒന്നും കൂടെ എണ്ണ തൂവി കൊടുത്തിട്ട്
നമുക്ക് ചട്ടിയിലിട്ട് ചുട്ടെടുക്കുക. ഈസി ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ ചപ്പാത്തി മാവ് കുഴക്കണതിൽ കുറച്ച് തേങ്ങയും ഉപ്പും ഇട്ട് കൊടുക്കുക. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടെ കുറച്ചുകൂടി നനവിൽ കുഴച്ച് കൊടുക്കുക. അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ കല്ലിലിട്ടിട്ട് ചുട്ടെടുക്കുക. അത്രേ ഉള്ളൂ. എളുപ്പമാണ്. പക്ഷേ ചപ്പാത്തിൻ്റെ ടേസ്റ്റ് അല്ല, വേറെ ടേസ്റ്റാണെന്ന് മാത്രം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. പിന്നെ നമ്മൾ അരി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കും, അരിപ്പൊടി വെച്ചിട്ടുണ്ടാക്കും. അരിപ്പൊടി വെച്ചിട്ടുണ്ടാക്കുമ്പോൾ നല്ല രസമാണ്. നമുക്ക് കറികളൊന്നും വേണ്ട അരിപ്പൊടി വെച്ചുണ്ടാക്കുന്ന സമയത്ത്. അത് ഞാൻ പിന്നീട് ഉണ്ടാക്കി കാണിച്ചു തരുന്നുണ്ട്. അതിൽ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ ചെറിയ ജീരകം തേങ്ങയൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് കറിയൊന്നും വേണ്ട, അത് മാത്രം കഴിക്കും. ഞാൻ കറിയില്ലാതെ കഴിക്കൽ. ഏട്ടത്തേക്ക് കറി വേണം, ഞാൻ കറിയില്ലാതെ കഴിക്കൽ. എൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇനി ഒരു ദിവസം കാണിച്ചു തരാം. പിന്നെ രാവിലേക്ക് ചായ ഉണ്ടാക്കുക കേട്ടോ. കട്ടൻ ചായ ഇവിടെ ഉണ്ടാക്കുന്നത്. പിന്നെ ഏട്ടൻ പോവാറായി. ഏട്ടനിക്ക് 8:30 പോകണം. അപ്പോൾ ഞാൻ ഏട്ടനിക്ക് ചായ കൊടുക്കുകയാണ്. ഇനി ഏട്ടൻ പോയിട്ട് ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുള്ളൂ. ഞാനും ഏട്ടനും രാവിലെ ഒരുമിച്ച് തന്നെ ചായ കുടിക്കുക കേട്ടോ. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഞാൻ ഏട്ടൻ്റെ കൂടെ തന്നെ ഇരുന്ന് ചായ കുടിക്കും. രാവിലത്തെ ചായ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പാത്രങ്ങളൊക്കെ അങ്ങോട്ട് അപ്പം തന്നെ കഴുകി വയ്ക്കും. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. അത് കഴുകി വെച്ച് അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇന്നിപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിരിക്കണ്. അലക്കലൊക്കെ കഴിഞ്ഞിരിക്കണം നേരത്തെ തന്നെ. രാവിലെ തന്നെ അലക്കലും കുളിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് വലിയ പണിയൊന്നുമില്ല. ഇന്ന് തുടച്ച് വിടാനുണ്ട്, ചോറും ഉണ്ടാക്കാനുണ്ട്. ഇന്നലെ ഇപ്പോൾ കറി കൊണ്ടുവന്നിരുന്നു, കറിക്ക് മീൻ കൊണ്ടുവന്നിരുന്നു. ഇന്നലെ രാത്രിയിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ അത് ഞാൻ ഇന്നലെ രാത്രി കറി വെച്ചിരുന്നു. ഇപ്പോൾ മീനിനൊക്കെ നല്ല റേറ്റാണ്. മീനൊന്നും കിട്ടുന്നില്ല, കുറേ മീനൊക്കെ വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇന്നലെ രാത്രിയായിട്ടും കുറച്ച് മീൻ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ മെത്തലായിരുന്നു. അത് ഞാൻ ഇന്നലെ രാത്രി തന്നെ കറി വെച്ച്, തേങ്ങ അരച്ച് കറി വെച്ച്. അപ്പോൾ അതുണ്ട് കുറച്ച്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് അത് മതിയല്ലോ. ഏട്ടൻ ഉണ്ടാവില്ല ഉച്ചയ്ക്ക്, ചോറിനൊന്നും വരില്ല. വൈകുന്നേരം ഇനി ഏട്ടൻ വരുള്ളൂ. അപ്പോൾ ഇനി വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ എൻ്റെ പാത്രങ്ങളിലൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇനി ചോറിൻ്റെ പണി നോക്കുകയാണ്. ഇനി ചോറും ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞല്ലോ. പിന്നെ സമാധാനത്തോടെ ഉണ്ടാകാതിരിക്കാമല്ലോ. മഴയാണ്, പുറത്തേക്കൊന്നും പോവില്ല. അപ്പോൾ വേഗം അതിൻ്റെ പണി അങ്ങോട്ട് കഴിക്കാൻ വിചാരിച്ചു. ഞാൻ കുക്കറിലാട്ടോ ചോറ് വയ്ക്കുക. ഇവിടെ അടുപ്പില്ല, ഗ്യാസ് തന്നെ ഉള്ളൂ. അപ്പോൾ വിറകടുപ്പില്ല, ഗ്യാസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുക്കറിലാണ് ചോറുണ്ടാക്കൽ. പിന്നെ വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ പുറത്തിട്ടിട്ട് ചോറൊക്കെ വെക്കലുണ്ട്. ഇപ്പോൾ പിന്നെ മഴയൊക്കെ അല്ലേ, അപ്പോൾ ഞാൻ കുക്കറിൽ വേഗം ചോറുണ്ടാക്കണത്. ഒരടുപ്പിൽ ചോറും ഒരടുപ്പിൽ കുടിക്കാനുള്ള വെള്ളവും വെച്ചിട്ടോ. ഇനി ഇതാവട്ടെ. ഇതിപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ പണി. അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു, അങ്ങനെ എടുത്തതാണ്. അപ്പോൾ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ, ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഒരു ദിവസം ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ പുറത്തേക്കൊന്നും അങ്ങനെ പോകുന്നില്ലല്ലോ. ഇന്നിപ്പോൾ നമ്മുടെ ഒരു ദിവസം ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. വീട്ടിലത്തെ പണി ചെയ്യുക, പിന്നെ മിണ്ടാതിരി കുറച്ച് സമയം കിടന്നുറങ്ങും, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ എൻ്റെ ചോറൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ കുറച്ച് കറി ചൂടാക്കാനുണ്ട്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ എന്താ പണി കഴിഞ്ഞ്. ഇനിയിപ്പോൾ ഇവിടെ മിണ്ടാതിരിക്കും. പിന്നെ മഴ ആയതുകൊണ്ട് പുറത്തേക്ക് എവിടേക്കും പോകില്ല. പിന്നെ ചില സമയങ്ങളിൽ അപ്പുറത്ത് മോളുണ്ട്, അവിടെ ഏട്ടൻ്റെ മോളുണ്ട്, അവിടെ കുറച്ച് സമയം പോയിരിക്കുകയോ ചെയ്യും കേട്ടോ. വൈകുന്നേരമൊക്കെ പോയിരിക്കലുണ്ട്. ഇന്നിപ്പോൾ എവിടേക്കും പോയിട്ടില്ല, പിന്നെ പോകാനുള്ള സമയമൊന്നും ആയിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുക കേട്ടോ.